പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് 10:23. നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. അതിൻ്റെ അർത്ഥം എന്തറിയാവോ? നിൻ്റെ പിതാവിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും മുറിവോ സങ്കടമോ ഉച്ചനീചത്വമോ പക്ഷപാതമോ എന്നോട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ മരണം വരെ പിതാവിനെ മാനസികമായി പീഡിപ്പിക്കുവാനും ഞെരുക്കുവാനും തുടങ്ങിയാൽ നീ ദൈവത്തെ പിതാവെന്ന് തിരിച്ചറിയുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. അപ്പനെ കണ്ണ് കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ്, കാണേണ്ടതുപോലെ കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്. പക്ഷെ കണ്ണെപ്പോഴും തുറന്നിരിക്കുന്ന അപ്പനാണ് നിൻ്റെ യഥാർത്ഥ അപ്പനെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ. പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു പാടുക. ആബാ ആബാ പിതാവേ, ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി സന്തതികള് അപ്പനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പരിഭവം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മാപ്പാക്കുന്നു അല്ലേ? നമ്മളിനി അപ്പനോട് പരിഭവവും പരാതിയും ഒന്നും കാണിക്കത്തില്ല. ആരുടെ പേരിലാണ്? ഈശോൻ്റെ പേരിൽ. അപ്പം നമ്മൾ വിശുദ്ധീകരിച്ചില്ലേ? ഇതിനാണ് പറയണത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. വിശുദ്ധീകരിക്കുമ്പോൾ എന്നാ സംഭവിക്കണമെന്നറിയാവോ? കാര്യം ആത്യന്തികമായിട്ട് ഇതെല്ലാം നൽകാൻ യേശാവിനെ പാട്ടിലാക്കാൻ വേണ്ടി അവസാനം യാക്കോബ് ധനികനായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് 40 പശുക്കൾ, അതുപോലെ തന്നെ 400 ആടുകൾ, ചെമ്മരി ആടുകൾ, 400 കോലാടുകളെല്ലാം കിട്ടി. ലാബാൻ്റെ കുറേ സ്വത്ത് അടിച്ചും മാറ്റി പുള്ളിക്കാൻ. അവിടെ ചെന്നിട്ട് അടിപ്പാണ് നടത്തിയത്. ലാബാൻ എന്ന് പറഞ്ഞാൽ അമ്മാവനാണേ. അമ്മാവൻ്റെ വീട്ടിൽ ചെന്നിട്ടും പല തരികിട പരിപാടികളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കുക, ഇതൊന്നും ദൈവം അംഗീകരിക്കണില്ലെന്ന്. തരികിട പരിപാടികളൊന്നും അംഗീകരിക്കണില്ല. കർത്താവിൻ്റെ കാലം വരുമ്പോഴും നാഥാനിയലിനെ കണ്ടപ്പോൾ യാക്കോബിനുള്ള പാരപണികളെ കണ്ടില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. പണ്ട് ചെയ്തൊരു വിഷയമാണ്, കാപട്യം കാണിച്ചതാണ്. യേശാവിനെ ഉടുപ്പെടുത്തിട്ട് അവനെ പറ്റിച്ച കാപട്യം കാണിച്ചതാണ്. പക്ഷേ കർത്താവിൻ്റെ മനസ്സിൽ നിന്ന് മാറണില്ല. കർത്താവ് വരുമ്പോഴേ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വചനമില്ലേ? 5:22 യോഹന്നാൻ 5:22 വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൻ്റെ കാലത്ത് ചെയ്തതാണെങ്കിലും പുത്രൻ്റെ കാലം വരുമ്പോഴും കർത്താവ് ഒരു തീരുമാനമെടുത്തു. എന്താണ്? യാക്കോബിൻ്റെ കാപട്യം തന്നെ. കാര്യം എന്താണ്? അവനെയാണ് വിധിക്കാൻ അധികാരം. അപ്പം വിധിക്കാൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാഥാരിയൻ്റെ വേഷത്തിൽ യാക്കോബിന് നിൽക്കേണ്ടി വരുമെന്ന് വിശ്വാസം തിരിച്ചറിയണം. കൈ അടിച്ച് കർത്താവ് യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഇങ്ങനെയാണ് വചനം കേട്ടിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ യാക്കോബിന് നാഥാനിയൻ്റെ വേഷത്തിലെ വിദ്യാളൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉടമ്പടിയിൽ നമ്മൾ വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. വചനം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടയാളം കിട്ടുന്നത്. അടയാളം നമ്മുടെ അവകാശമാണ്. ആരുടെ അവകാശം? വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ അവകാശമാണ് അടയാളം. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. എന്തിനാണ് വിശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനാണ് സംസാരിച്ചത്? വിശുദ്ധീകരണത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം തുല്യ പങ്കാളിയായി മാറുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും തുല്യ പങ്കാളികൾ തമ്മിൽ ചെയ്യണ കാര്യങ്ങളാണത്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ വചനം കേട്ട് വചനത്തെ വിശുദ്ധീകരിച്ച് വചനത്തിൻ്റെ പ്രവർത്തനങ്ങളായി ശക്തീകരിച്ച് വിശ്വാസത്തിന് പ്രവൃത്തികൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് തുല്യ പങ്കാളികളായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനം കേട്ട് വചനം ഗ്രഹിച്ച് വചനം ജീവിച്ച് വചനത്തിന് സാക്ഷിയായി അടയാളത്തിന് അവകാശിയായി തുല്യ പങ്കാളിയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടി തുല്യ പങ്കാളിയായ യേശുവേ ആരാധന, കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി ചെയ്യണ സമയത്ത് നമ്മൾ ചിലപ്പോൾ 0 ആയിരിക്കും, 0- ആകും. നമ്മൾ ഉടമ്പടിയുടെ പ്രോസസ്സിലാണ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും തുല്യ പങ്കാളിയായി മാറുന്നത്. കാരണം ഉടമ്പടി ചെയ്യണ എല്ലാവരും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക. ദൈവത്തോട് ഉടമ്പടി ചെയ്യണ എല്ലാവരെയും അവരാദ്യം ബിഗ് 0 ശരിക്കും. ഇന്നത്തെ സുവിശേഷം കണ്ടില്ലേ, രാവിലെ കുർബാന കഴിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാവും, ന്യായാധിപന്മാരുടെ ലേഖനമാണ്. ന്യായാധിപന്മാരുടെ ലേഖനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗിദെയോൻ എന്ന് പറഞ്ഞ ന്യായാധിപനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഗിദെയോൻ ന്യായാധിപനാണ്, ജഡ്ജസാണ്. പ്രവാചകന്മാരും രാജാക്കന്മാരും ജഡ്ജസും ന്യായാധിപന്മാരുമാണ് യഹോവയുടെ പ്രതിനിധികളായിട്ട് കാലാന്തരങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ നയിച്ചുകൊണ്ട് പോയത്. അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? ഉടമ്പടിയെക്കുറിച്ച് പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും എല്ലാവരും ദൈവജനത്തെ അനുസ്മരിപ്പിച്ച് എന്തിനെക്കുറിച്ചാണ്? ഒറ്റ സബ്ജക്റ്റ് അനുസ്മരിച്ചിട്ടുള്ളൂ. എന്താണ്? പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി. എൻ്റെ മക്കളെ, ഉടമ്പടി ഒരു കംപ്ലീറ്റ് പ്രെയറാണ് ശരിക്കും. കാര്യം ദൈവത്തിന് മനുഷ്യരാശി ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ പദ്ധതിയാണ് ഉടമ്പടി. ഗിദെയോനോട് എന്നാ ഉടമ്പടി ചെയ്തത് ദൈവം? ഗിദെയോൻ ദൈവതിരുസന്നിധിയിൽ അയാളുടെ മെറിറ്റ് യോഗ്യതയായി വെച്ചത് എന്താ?
ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ, ആരാധന, ആരാധന. ഈശോയെ ആരാധിച്ചു. കരങ്ങൾ വീശി പ്രൈസ് ദി ലോർഡ്. മിദ്യാൻകാരുമായിട്ട് യുദ്ധമാണ് ഈ 6-ാം അധ്യായത്തിലെ പ്രമേയം. ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരുമില്ല. മിദ്യാന്മാർ രാക്ഷസവർഗമാണ്. ഇസ്രായേലിൽ രാജാവില്ല, പ്രവാചകയില്ല, സൈന്യമില്ല, ആരുമില്ല. ആകപ്പാടെ ഇസ്രായേലിനുള്ള സ്വത്ത് എന്താണ്? ഈ ഗിദെയോനെപ്പോലുള്ള ന്യായാധിപനാണ്. അയാൾക്കുള്ള എന്താ? അയാൾ പറയും നീ യുദ്ധം ചെയ്യണം. ആരോട്? മിദ്യാൻകാരോട്. ഇപ്പം നമ്മളും പഴയ ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞു. അയാൾക്കുണ്ടായിരുന്ന കടം എന്താണെന്നറിയാവോ? 40 ലക്ഷം രൂപയുടെ കടം. പക്ഷേ അയാൾക്കത് കൊടുത്തു വിട്ടാനുള്ള ഒരു മാർഗവും വരുമാന മാർഗവും ഇല്ല. അപ്പം അങ്ങനെ അദ്ദേഹം വന്ന് ഉടമ്പടി ചെയ്ത് അമ്മയെ സാക്ഷിയാക്കി മധ്യസ്ഥയാക്കി ഉടമ്പടി ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഒരു അകന്ന ബന്ധു, ആ മനുഷ്യൻ നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ വർക്കിംഗ് കണ്ടീഷനിലല്ലായിരുന്നു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് ഉടനെ 20 ലക്ഷം രൂപ കൊടുത്തു ഈ മനുഷ്യന്. ആ സാക്ഷി ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലേ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളത് എന്താണ്? ഉടമ്പടിയുടെ പച്ച പേപ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളത്. ആ ഉടമ്പടിയുടെ പച്ച പേപ്പർ ഞങ്ങൾ പ്ലാസ്റ്റിക്കിലാണ് തന്നിരിക്കുന്നത്. എന്തിനാണെന്ന് അറിയാമോ? മഴ നനയാതിരിക്കാൻ. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയാലും ഉടമ്പടി പേപ്പറെ വെള്ളം കയറാതിരിക്കാനാണ് എത്ര കാലമായി. കാര്യം നമ്മുടെ ആസ്തിയാണത്. അത് നമ്മുടെ ആസ്തിയാണ്. നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അപ്പം ഗിദെയോനോട് പറഞ്ഞു നീ മിദ്യാൻകാരെ പ്രതിരോധിക്കാൻ പറഞ്ഞു. അപ്പം ഗിദെയോൻ പറഞ്ഞ വാക്കുകളുണ്ട്. ഗിദെയോൻ എന്താ പറഞ്ഞത്? ഞാൻ മനാസയുടെ ഗോത്രത്തിലുള്ള ആളാണ്. ആ ഗോത്രത്തിൽ തന്നെ ഞങ്ങളുടെ വംശം ഏറ്റവും ബലഹീനമായ വംശമാണ്. ന്യായാധിപന്മാർ 6:15 ഞാൻ മനാസയുടെ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. ഞങ്ങളുടെ ഗോത്രത്തിൽ തന്നെ ഞങ്ങളുടെ വംശം ഏറ്റവും ബലഹീനമാണ്. എൻ്റെ കുടുംബമാണെങ്കിൽ അതിനേക്കാളും പരിതാപകരമാണ് എൻ്റെ അവസ്ഥയെന്ന്. അതാണ് ചിലപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥ. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോഴേ നീ ഓർക്കണം, നീ ആരുടെ മുമ്പിലാണ് ഉടമ്പടി ചെയ്യണത്? ദൈവ തിരുസന്നിധിയിലാണല്ലേ. ചോര വേർക്കുമ്പോഴും കർത്താവ് പറഞ്ഞത് എന്താണ്? പിതാവേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. അപ്പോഴ് നീ തന്നെ പോണം. നിൻ്റെ കൂടെ എൻ്റെ സാന്നിധ്യം എന്നാണ് ഗിദെയോന് കൊടുക്കുന്ന വാഗ്ദാന പ്രകാരമുള്ള ഉറപ്പ്. അപ്പം ഗിദെയോൻ അതിൽ വിശ്വസിക്കും. എന്നിട്ടും ഗിദെയോൻ ഒരു അടയാളം ചോദിക്കും. എന്താണ്? എനിക്ക് ഒരു അടയാളം വേണം. നിങ്ങൾക്ക് ദൈവത്തോട് അടയാളം ചോദിക്കാം. ഇപ്പം എത്ര അടയാളങ്ങളെ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കണില്ലേ? അടയാളം നമ്മൾ വിശ്വസിക്കുന്നവൻ്റെ അവകാശമാണ്. ഗിദെയോൻ ഒരു അടയാളം ചോദിച്ചു. എന്താണ്? ഒരു കമ്പിളി എടുത്ത് മുറ്റത്തിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇത് മഞ്ഞുകാലമാണ്. ഞാൻ മെതിക്കളത്തിലാണ് ഈ കമ്പിളി ഇടുന്നത്, തൂവെള്ള കമ്പിളി. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മിദ്യാൻകാരെ നീ എനിക്ക് ഏൽപ്പിച്ച് തരുക ഇല്ലേ എന്ന് ഞാൻ അറിയണത് ഈ കമ്പിളിയിൽ നീ കാണിക്കുന്ന അടയാളം കൊണ്ടായിരിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞ് ഇവൻ ഗിദെയോൻ കമ്പിളി എടുത്ത് പുറത്തിടും, വെള്ളക്കമ്പിളി. എന്നിട്ട് ദൈവത്തോട് പറയും, കളത്തിൽ മഞ്ഞ് പെയ്താൽ
ഈ കളത്തിൽ ഒരിടത്തും മഞ്ഞ് പെയ്യരുത്, ഈ കമ്പിളിയെ മാത്രം മഞ്ഞ് പെയ്യിക്കണം. കളവെന്ന് പറഞ്ഞാൽ എന്താണ്? മെതിക്കളം, ഗോതമ്പ് കളം, പഴയ നെൽക്കളം, കറ്റക്കളവ. ഈ കളത്തിൽ മഞ്ഞ് പെയ്യിക്കുമ്പോൾ കളത്തിൽ മഞ്ഞ് വീഴരുത്. പിന്നെ എവിടെ മഞ്ഞ് വീഴണം? എൻ്റെ കമ്പിളിയെ മാത്രം മഞ്ഞ് വീഴണം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ. അങ്ങനെയാണെന്ന് അടയാളം കണ്ടാൽ അതിൻ്റെ അർത്ഥം മിദ്യാൻകാരൻ നീ എനിക്ക് ഏൽപ്പിക്കുമെന്നാണ്. എന്നാൽ ഞാൻ യുദ്ധം ചെയ്യും. എൻ്റെ കുടുംബം, എൻ്റെ വംശവും എൻ്റെ ഗോത്രം എത്ര ബലഹീനമായിരുന്നാലും നിൻ്റെ ശക്തി എനിക്കുണ്ടാവും, ഞാൻ മനസ്സിലാക്കുമെന്ന് പറയും. ഗദയോൻ അതുപോലെ ചെയ്തിട്ട് കൂടാരത്തിൻ്റെ വാതിലടക്കും. ഒന്നുറങ്ങി എഴുന്നേറ്റിട്ട് മുറ്റത്ത് വന്ന് ആദ്യം നോക്കണ കമ്പിളിയാണ്. കമ്പിളി പിഴിയണ പോലെ മഞ്ഞ് കിടക്കും. ഗദയോൻ ചുറ്റി നടന്ന് നോക്കും, കളത്തിൽ ഒരിടത്തും മഞ്ഞില്ല. പിന്നെ ഗദയോൻ പറയണത് അടിക്കളാന്ന് പറയണം. എന്താണ്? യഹോവ നമ്മുടെ കൂടെയെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന കർത്താവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ഷാരി. എനിക്ക് മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഞാൻ UK വർക്ക് ചെയ്യുന്നത്, ഒരു നഴ്സിംഗ് ഹോമിൽ. സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അത്യാവശ്യം ഒരു വെൽ സെറ്റിൽഡായിട്ട് ഞങ്ങൾ ഫാമിലി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ ദുബായിലൊരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും പാർട്ട്ണർഷിപ്പിലായിരുന്നു കമ്പനി പൊയ്ക്കൊണ്ടിരുന്നത്. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും വേറെ പാർട്ട്ണർ ഞങ്ങൾ ചീറ്റ് ചെയ്തു. അങ്ങനെ കമ്പനിയൊക്കെ ഒത്തിരി ലോസായി. ഒരു 2 വർഷത്തോളം ഞങ്ങൾ ഭയങ്കര ക്രൈസിസിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വിദേശത്ത് പോകാം എന്ന് തീരുമാനിച്ചത് ഫാമിലിയായിട്ട്. അപ്പോൾ UK ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫാമിലി ഫ്രണ്ട്. അവർ വഴിയായിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതിന് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ IELTS എഴുതണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് IELTS എഴുതി അങ്ങനെ പ്രോസസ്സിങ് ചെയ്യാമെന്ന് കരുതി. ഇതൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ IELTS എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് ഇത് ഒന്ന് വേഗം ശരിയാക്കി കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോയിരുന്നത്. റിസൾട്ട് വന്നു, പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആയപ്പോഴേക്കും അത് ഇനി പ്രോസസ്സിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് ഫ്ലോപ്പായി. അത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി വിഷമായി. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാനിവിടെ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞ് മാതാവിനോട് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പുതിയൊരു വിസ പ്രോസസ്സിങ്, അത് വേറെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ വഴിയാണ് എനിക്ക് ആ വിസയുടെ ഓഫർ വന്നേ. ഒരു 2 ആഴ്ച കൊണ്ട്, ഉടമ്പടി എടുത്ത് 2 ആഴ്ച കൊണ്ട് എനിക്ക് ആ വിസ പ്രോസസ്സിംഗ് എല്ലാം ശരിയായി. UK പോകാനായിട്ട് വിസ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പിള്ളേരെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നത് അത് ആദ്യമായിട്ടാണ്. ഞാനങ്ങനെ അവരെ വിട്ടിങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പേ ഞാനൊരു നിയോഗം വെച്ചിട്ടാണ് പോയി. ഞാൻ പോയി 2 മാസത്തിനുള്ളിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളെ എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് ഞാൻ നിയോഗം വെച്ചിട്ടാണ് പോയി. അവിടെ പോയി കാര്യങ്ങളൊക്കെ ശരിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ വിസ പ്രോസസ്സിങ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി 2 മാസം 2.5 മാസമൊക്കെ 1.5 മാസമൊക്കെ ആയപ്പോഴേക്കും അവിടെ വീണ്ടും വിസയുടെ സ്റ്റാറ്റസൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. ഡിപ്പെൻഡൻസിന് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ പല നിയമങ്ങളൊക്കെ വരുന്നത് കാരണം ഞങ്ങൾ 3 പേരാ ഒരുമിച്ച് ആദ്യം പോയി.
അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, അപ്പോൾ ഇനി എന്തെങ്കിലും വിസയുടെ സ്റ്റാറ്റസൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് പ്രോസസ്സിങ് എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനു മുമ്പേ ഒരു 1 month അക്കോമഡേഷൻ നമുക്ക് നഴ്സിംഗ് ഹോമിൽ അവർ തരും. പക്ഷേ അത് കഴിഞ്ഞ് ഫാമിലി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് വേറെ അക്കോമഡേഷൻ നോക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് മീൻവൈൽ ഞാൻ അവരെ അക്കോമഡേഷനും നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു വീട് കിട്ടാൻ. പക്ഷേ ഇന്ത്യക്കാർക്ക് ഓവർസീസിന് വീട് തരാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീട് നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു 3-4-5 വീട് കണ്ടിട്ടും എനിക്ക് ഒരെണ്ണം ശരിയാകുന്നില്ല. ഈ വിസയുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നത് കാരണം ഞാൻ അവരെ കൊണ്ട് ടിക്കറ്റൊക്കെ എടുപ്പിച്ചായിരുന്നു. അവർ വരുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു വീടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ശരിയായാൽ എനിക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് എങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ജോലി തിരക്ക് കാരണം, ജോലിയുടെ തിരക്കും പിന്നെ എനിക്ക് ഓഫുള്ള സമയത്ത് ഞാൻ പോയി വീട് വ്യൂവിങ്ങിന് പോകാൻ പറ്റൂ, അതൊക്കെ ടൈം ഷോർട്ടേജാണ്. 1 വീക്കേ ഉള്ളൂ അവർ വരാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു 5-6 വീട് കൊണ്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വിളിയൊന്നും വരില്ല. അങ്ങനെ ഇവർ നാട്ടിൽ നിന്ന് UK വരുന്നതിന്, ഫാമിലി നാട്ടിൽ നിന്ന് UK വരുന്നതിന് ഒരു ദിവസം മുമ്പേ വരെ ഞാനൊരു വീട് പോയി കണ്ടിട്ട് എനിക്കതും ശരിയായില്ല. എന്ത് ചെയ്യണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഒരു വയസ്സായ ഒരു ഇംഗ്ലീഷുകാർ 2 പേര്, ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും, ഒരു ദിവസം ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ അവരെന്നെ കണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പോവാ എന്താന്നൊക്കെ എന്നോടിങ്ങനെ ചോദിച്ചു. ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അവർ എനിക്ക് ഫോൺ നമ്പർ തന്നു. അതൊരു 2-3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. എൻ്റെ ഫാമിലി വരുന്നതിന് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെ പരിചയപ്പെട്ടെ. അത് കഴിഞ്ഞ് എന്നിട്ട് ഇവർ വരുന്നതിന് മുന്നേ വീട് ശരിയാകാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് ആ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ ഫാമിലി വരുന്നുണ്ട്, എനിക്ക് അക്കോമഡേഷൻ ശരിയായിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ അവരോട് പറഞ്ഞപ്പോഴേക്കും അവർ പറയുക, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 4 പിള്ളേരുണ്ട്, എൻ്റെ ഭർത്താവും ഉണ്ട്. അപ്പോൾ എന്തായാലും നഴ്സിംഗ് ഹോമിൽ എനിക്ക് അക്കോമഡേഷൻ കിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾക്കിവിടെ 3 റൂമുണ്ട്, വീട് കിട്ടുന്നത് വരെ നിനക്കിവിടെ പിള്ളേരുമായിട്ട് താമസിക്കാമെന്ന് പറഞ്ഞു. എനിക്കത് എങ്ങനെ സംഭവിച്ചു എന്ന് പോലും ഇപ്പോഴും അറിയില്ല. കാരണം ഒരു പരിചയവുമില്ലാത്ത ഒരു ഇന്ത്യക്കാരിയായി എനിക്ക് ഒരു ഇംഗ്ലീഷുകാരുടെ വീട്ടിൽ അവർ സമ്മതിച്ച് അവരുടെ വീട് എനിക്ക് 2 റൂം എനിക്ക് ഷെയർ ചെയ്യാൻ തരിക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അത്ഭുതമാണ്. അവിടെയൊന്നും അങ്ങനെ നടക്കാത്ത കാര്യങ്ങളാണ്. താമസിക്കാൻ, വാടക കൊടുത്ത് താമസിക്കാൻ പോലും അവർ വീട് തരാത്ത ആൾക്കാർ ചുമ്മാ കയറി താമസിച്ചോന്നും പറഞ്ഞ് എനിക്ക് 2 ആഴ്ച വീട് കിട്ടുന്നത് വരെ, 2 ആഴ്ചയല്ല 1 മാസമായാലും 1 വർഷമായാലും നിനക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് എനിക്ക് വീട് തരിക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അത്ഭുത കാര്യമാണ് അത്. അപ്പോൾ എന്തായാലും ഞാനിവരെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളിങ്ങ് കയറി പോന്നോളൂ, ഇനി വീട് ശരിയായി എന്ന് പറഞ്ഞ് അവരപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു. ഞങ്ങൾ പാതിരാത്രി ഒരു 11:30 ഇവിടെ ആകുമ്പോൾ ഒരു 2:30-3 മണി ആവും ഇന്ത്യൻ ടൈം. അങ്ങനെ അവരെ ആ രാത്രി ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി. അവർ കിടന്ന ബെഡ്റൂം ഞങ്ങൾക്ക് ഒഴിഞ്ഞു തന്നിട്ട് അവരൊരു ചെറിയ ബെഡ്റൂമിൽ പോയി. ഞങ്ങൾക്ക് ആ 2 ബെഡ്റൂം ഞങ്ങൾക്ക് ഒഴിഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളവിടെ 2 ആഴ്ച വരെ താമസിച്ചു. അത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു വീട് ശരിയായി എന്നും പറഞ്ഞ് എനിക്കൊരു കോള് വരുവാണ്. ഞാൻ ചെന്ന് കണ്ടപ്പോഴേക്കും 3-4 വീട് മുന്നേ കണ്ടിട്ട് എനിക്കൊന്നും ശരിയാകാത്ത കാരണം ഞാൻ അന്ന് ആ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ കിച്ചണിനകത്ത് ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് ഈ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്ത് എൻ്റെ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ കുറേ വീട് കണ്ടിട്ട് എനിക്കൊന്നും ശരിയായില്ല, എനിക്ക് ഈ കിച്ചണിൽ നിന്ന് എനിക്ക് കുക്ക് ചെയ്ത് എൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ മാതാവ് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. വീട് കണ്ട് അടുത്ത ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറയുക, റെൻറ്റ് ശരിയായി, അടുത്ത പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങാം, നിങ്ങൾക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് താമസം മാറാമെന്നും പറഞ്ഞ് ആ ലാൻഡ് ലോഡ് എന്നോട് വിളിച്ച് പറയുമായിരുന്നു.
അന്നേരം അത് ശരിയായി കഴിഞ്ഞിട്ട് അടുത്ത ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ അതിനകത്തൊരു ഫർണിഷ്ഡ് വീടല്ലായിരുന്നു. ഒരു കട്ടിലോ അങ്ങനെ ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. എങ്ങനെ അതിനകത്ത് കയറി കിടക്കുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അതിന് നമുക്ക് അങ്ങനെ ഫർണിച്ചേഴ്സൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒത്തിരി കാശ് കൊടുത്തൊക്കെ മേടിക്കേണ്ടി വരും. അപ്പോൾ പോയി 2 മാസത്തിനുള്ളിൽ ഇത്രയും ചിലവ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ, നീ നിൻ്റെ തിരുക്കുമാരനെ പ്രസവിച്ചത് ഒരു മേഞ്ചറിലാണ്, പക്ഷേ അത്രയും അതിൽ നീ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെയും എൻ്റെ മക്കളെയും അതുപോലെ ഒരു ഇതിൽ നീ എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി എന്നെ വിളിക്കാൻ തുടങ്ങി. അവിടെ ഈ കട്ടിൽ കിടപ്പുണ്ട്, വേണ്ട സാധനങ്ങൾ ഫർണിച്ചർ, സോഫ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും റെഡിയായി. അങ്ങനെ മാതാവ് എന്നെ ഒരു കയറിക്കിടക്കാൻ സ്ഥലമില്ലാതിരുന്ന ഒരു പരിചയമില്ലാതിരുന്ന ഒരു സ്ഥലത്തുനിന്ന് എന്നെ ഇത്രയും വലിയ സൗകര്യത്തിൽ എന്നെ കൊണ്ട് എൻ്റെ മക്കളെയും കൊണ്ടുവന്നു. എല്ലാ സൗകര്യത്തോടും കൂടി ആ ഇംഗ്ലീഷുകാരുടെ സഹായത്തോടെ എനിക്ക് ആരെന്ന് പോലും പരിചയമില്ലാത്ത, എനിക്ക് ആരെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവരെ കൊണ്ടുവന്ന് എന്നെ സഹായിച്ച് എന്നെ എത്രത്തോളം എത്തിച്ച മാതാവിന് നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, അവർ ഒത്തിരി കഷ്ടപ്പാടിലായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അവരെ വിളിക്കണമെന്ന് ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴേക്കും 2-3 ആൾക്കാരെ കൂടെ വേണമായിരുന്നു. അന്നേരം ഞാൻ മാനേജറിനോട് സംസാരിച്ചു, അവരുടെ വിസ ഒന്ന് ശരിയാക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു CV-യും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് തന്നെ CV അതൊക്കെ അയച്ചു കൊടുത്തു. അടുത്ത ദിവസം തന്നെ പ്രോസസ്സിംഗ് ആയി. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത കാരണം ഡയറക്റ്റ് തന്നെ COS സ്പോൺസർഷിപ്പ് പുള്ളിക്കാരി അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത്, ഫസ്റ്റ് പ്രോസസ്സിങ് ചെയ്ത സമയത്ത് ഒത്തിരി ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. മെഡിക്കലായപ്പോഴത്തേക്കും അവിടെ ഒരു ഡിലേ ആയി. അപ്പോൾ അന്നേരം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇത് നടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെന്ന് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ചെന്നു, ഉടമ്പടി എടുത്തു. പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഡിലേ ആയി. അപ്പോൾ എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഒരു 2-3 മാസത്തോളം ഡിലേ ആയി. അന്നേരം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അത്ര പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല, പള്ളിയിൽ പോകില്ല, അങ്ങനത്തെ ആയിരുന്നു. അപ്പം ഞാൻ കരുതി, ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേട്ടനോട് പറഞ്ഞിട്ട് 2 പേരും കൂടെ ചെന്ന് ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം പുള്ളിക്കാരന് പോകാൻ താല്പര്യമില്ല, അത് വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഈ ഒരു തടസ്സം കൊണ്ടാകാം ചിലപ്പോൾ മാതാവിന് നിങ്ങൾക്ക് വിസ തരണമെന്ന് തന്നെയായിരിക്കാം, പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു മാനസാന്തരം മാതാവ് ആഗ്രഹിക്കുന്നുണ്ടാകും. അത് ചേച്ചി ഒന്ന് സോൾവ് ചെയ്തിട്ട് വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ലാത്ത കാരണം അവർ വന്ന് 2 പേരും വന്ന് ഉടമ്പടി പുതുക്കുകയും മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കാര്യങ്ങളൊക്കെ ക്ലിയറായി അവർ UK കയറി വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 5 മാസം കഴിഞ്ഞിട്ട് അറിയുന്നത് വിസ സ്പോൺസർഷിപ്പ് 1 വർഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടിലായി, ഭയങ്കര പ്രഷറായി അവർക്ക്. കാരണം 1 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് ഫാമിലി മൊത്തം തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാശ് മുടക്കി അവിടെ വന്നിട്ട് ഇത്രയും പെട്ടെന്ന് 1 വർഷത്തെ വിസ എടുത്തിട്ട് പോകുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോടത് പറഞ്ഞില്ലായിരുന്നു. എനിക്കും അറിയില്ല COS 1 വർഷത്തേക്കാണെന്നുള്ള കാര്യം. ഞാൻ വേറെ പുറത്തുനിന്ന് ഒരാൾ വഴിയാണ് ഞാൻ അറിഞ്ഞ അവരുടെ COS ഇത്രയേ ഉള്ളൂ, നീ എന്താ കാണിച്ചേ, നീ അല്ലേ അവരെ കൊണ്ടുവന്ന്, അതൊക്കെ നോക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്നോട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല ചെയ്തത്, ഞാനാണ് ചെയ്തതെങ്കിൽ ഇത് ഫ്ലോപ്പായേനെ ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ മാതാവ് കാണിച്ചു തന്നത് കൊണ്ട്, മാതാവ് കൊണ്ടുവന്നത് കാരണം മാതാവ് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് നീ അവരെ കൊണ്ടുവന്നേ, ഈ തടസ്സങ്ങളെല്ലാം ഇത്രയും മാറ്റി നീ അവരെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചെങ്കിൽ അവർ പകുതി വഴിക്ക് നീ പറഞ്ഞേക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട്
അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ മാനേജറിനെ കാണാൻ പോയി. മാനേജറിനെ കാണുന്ന സമയത്ത് ഞാൻ അവിടെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഇവർക്കിത് പകുതി വഴിക്ക് വെച്ച് തിരിച്ചു പോകാൻ അനുവദിക്കരുത്, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാനേജറിനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, അതുവരെയും ചെയ്ത് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും എന്ന് പറഞ്ഞ പുള്ളിക്കാരി, ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പുള്ളിക്കാരി പറയുക, അത് ഞാൻ നോക്കട്ടെ, ഇല്ലയെന്ന് പറയുന്നില്ല, എന്തായാലും അവർ തിരിച്ചു പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് അങ്ങനെ പോകേണ്ടി വരില്ല, ഞാനൊന്ന് ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. 2 ദിവസം കൊണ്ട് അവരുടെ പ്രോസസ്സിങ് ശരിയായി. പുതിയ COS 3 വർഷത്തേക്കുള്ള പുതിയ COS അടിച്ച് പുള്ളിക്കാരി അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതും ഒരു വലിയ അത്ഭുതമായിട്ടാണ് മാതാവ് എനിക്കും ആ കുടുംബത്തിനും ചെയ്തു കൊടുത്ത വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അടുത്തൊരു സാക്ഷ്യം, ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, എൻ്റെ മോൾ 6 വയസ്സായ ഒരു മോളുണ്ട്. അവൾക്ക് ചെവിയുടെ പുറകിലൊരു കഴല പോലെ വന്നായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഒത്തിരി പേടിച്ചു പോയി. കാരണം അത് വേറെ എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ വീടിനടുത്ത് ഉടമ്പടി എടുത്ത ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആൻറ്റിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി വീട്ടിൽ വന്നു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് മോളോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച് ഓൺലൈൻ ഉടമ്പടി ഇപ്പം എടുക്ക്, നിനക്ക് സമയമുള്ളപ്പോൾ നീ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഈ തൈലം പുരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറയുമായിരുന്നു, അത് മുടിയിൽ താരൻ്റെയോ പേനിൻ്റെയോ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതുണ്ടാവും, വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സമാധാനമാവുകയും അടുത്ത ദിവസം തന്നെ ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദിയുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പുതുക്കി ഓരോ മാസവും വന്ന് പത്രം വാങ്ങിയിട്ട് പോകുമ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നിടം വരെയും ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ആ പത്രം മൊത്തം കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് ഉണ്ടായ അനുഗ്രഹങ്ങളെല്ലാം അവരോട് പങ്കുവെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ഞാൻ ആ പത്രം കൊടുത്ത് തീർത്തിട്ടേ പോകുള്ളായിരുന്നു. അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്ത് പത്രം കൊടുത്തിട്ട് അടുത്ത ട്രെയിന് ഞാൻ കയറുള്ളായിരുന്നു. അതെൻ്റെ ഞാൻ മാതാവിനോട് ചെയ്യുന്ന എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ മാതാവിന് കൊടുക്കുന്ന ഒരു നന്ദിയായിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. പിന്നെ വീട്ടിലാണേലും എൻ്റെ വീടിനടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഈ 4 പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അതിരാവിലെ ഞാൻ 6 മണിക്ക് അവിടെ ചെന്ന് 2 മണിക്കൂർ അവരെ സഹായിച്ചിട്ട് അവരെ കുളിപ്പിക്കുക, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, ഭക്ഷണം വാരി കൊടുക്കുക, അതെല്ലാം ചെയ്തിട്ട് 8 മണിക്കുള്ളിൽ ഞാൻ വീട്ടിൽ വന്ന് അവരെ സ്കൂളിൽ വിടുക ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്നേ വരെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 3 വർഷമാകാൻ പോകുന്നു. ഈ 3 വർഷത്തിനുള്ളിൽ ഒരൊറ്റ ധ്യാനം പോലും ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടക്കിയിട്ടില്ല. എന്ത് തന്നെ ബിസി ആയിരുന്നാലും ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒറ്റ ദിവസം കൊണ്ട് അടുത്ത ദിവസത്തേക്ക് വെക്കാതെ ഞാൻ ആ ഒരു ദിവസം കൊണ്ട് ചൊവ്വാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ അന്ന് ആ ധ്യാനം കൂടിയിട്ടേ ഞാൻ കിടന്നുറങ്ങത്തുള്ളായിരുന്നു. കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ നടക്കുമ്പോഴും ഒക്കെ ഹെഡ്ഫോൺ എൻ്റെ ചെവിയിൽ വെച്ചിട്ട് ഞാൻ വേറെ ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് വേണ്ട, എൻ്റെ ധ്യാനം മാത്രം കേട്ടാൽ മതിയെന്നും പറഞ്ഞ് ഹെഡ്ഫോൺ എൻ്റെ ചെവിയിൽ വെച്ചിട്ടാണ് ഞാൻ ധ്യാനം കൂടുന്നത് ഇന്നേ വരെ. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത ചൊല്ലുകയും പള്ളിയിൽ പോവുകയും പിന്നെ എല്ലാ ദിവസവും ധ്യാനം കേട്ടതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പൊതിച്ചോറുണ്ടാക്കി ഒരു 10-20 പൊതിയെങ്കിലും ഉണ്ടാക്കി എല്ലാ റോഡ് സൈഡ് വീടുകളിലും ഹോസ്പിറ്റലുകളിലല്ല റോഡിൽ ഞങ്ങൾ സ്കൂട്ടിയിൽ പോവും, ബൈക്കിൽ പോയി എല്ലാവർക്കും റോഡിൽ കാണുന്ന എല്ലാവർക്കും ആ പൊതിച്ചോറ് കൊടുത്തിട്ടേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം. ഞാൻ വന്നിട്ട് ഒരാഴ്ചയാകുന്നേ ഉള്ളൂ. പിള്ളേരുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇച്ചിരി തിരക്കായിരുന്നു. അപ്പം ആദ്യം വിചാരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. ഇത്രയും ഡിലേ ആയത് മാതാവിനോട് സോറി പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് 1000 നന്ദി പറഞ്ഞ് എൻ്റെ ജീവിതകാലം മുഴുവനും
എൻ്റെ മരണകാലം വരെ ഞാനും എൻ്റെ കുടുംബവും മാതാവിൻ്റെ സാക്ഷിയായിട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി.